നമസ്കാരം. വെൽക്കം ടു പുലർക്കാലം. ഇന്ന് വെനസ്ഡേ ലക്കി കളർ ഗ്രീൻ ആണ്. ജീവിതത്തിൽ നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടത് എന്താണ്? ഒരു വിജയം കൈവരിക്കണമെങ്കിൽ പരാജയങ്ങൾക്ക് കീഴടങ്ങാതെ മുന്നോട്ട് പോകാനുള്ളൊരു ത്വരയാണ് മനുഷ്യർക്ക് വേണ്ടത്. അതിനോടൊപ്പം ഭാഗ്യവും കൂടി വേണം. അതിനാണ് ഇന്നത്തെ ഭാഗ്യ നിറം എന്ന് പറയുന്നത് ഗ്രീൻ. പുലർക്കാലത്തിൽ ഇന്നത്തെ തോട്ട് ഓഫ് ദി ഡേ ശ്യാം അയച്ചു എന്നൊരു മെസ്സേജാണ്. ഡോണ്ട് ഡ്വെൽവ് ഓൺ ദ ടൈംസ് യു ഹാവ് ഫെയിൽഡ്. യു ആർ നോട്ട് എ ഫെയിലിയർ അൺലെസ് യു ക്വിറ്റ്. യു മൂവ് ഫോർവേഡ് വിത്ത് യുവർ ലൈഫ്. വളരെ നല്ലൊരു മെസ്സേജാണല്ലേ. അതായത് ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ പരാജയങ്ങൾക്ക് കീഴടങ്ങാൻ പാടില്ല. നമ്മൾ പരാജിതനാകുന്ന ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണെന്നറിയോ? ഓക്കെ, ഞാൻ ഇനി അത് ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുമ്പോഴാണ്, ക്വിറ്റ് ചെയ്യുമ്പോഴാണ്. ആ സമയത്തായിരിക്കും വിക്ടറിയുടെ അടുത്തെത്തുന്ന സമയമായിരിക്കും. അതെ, ജീവിതം പറഞ്ഞാൽ മുന്നോട്ട് തന്നെ ഇങ്ങനെ പോകാനുള്ളതാണ്. ആ ഒരു സ്റ്റാമിന, ആ ഒരു മനസ്സ് അത് വേണം അല്ലേ, ഒരു കോൺഫിഡൻസ് ലെവൽ. എന്ത് വന്നാലും ഞാൻ പരാജയം ആക്സെപ്റ്റ് ചെയ്യില്ല, ഞാൻ വിജയം കൊണ്ട് മാത്രമേ ഞാൻ സംതൃപ്തി ആവുകയുള്ളൂ എന്നുള്ളൊരു മനസ്സാണ് വേണ്ടത്. അപ്പം ജീവിതം പറഞ്ഞാൽ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കേണ്ട ഒരു ത്വര തന്നെയാണ്. അതുണ്ടാവട്ടെ. പുലർകാലത്തിൻ്റെ പുണ്യമായി വീണ്ടും ഒരു ഗായിക നമുക്ക് അതിഥിയായി എത്തിയിട്ടുണ്ട്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു റോഷ്നി സുരേഷ്. റോഷ്നി, വെൽക്കം ടു പുലർക്കാലം. റോഷ്നി പ്രവാസിയാണ്, മറുനാടനാണ് താമസ സ്ഥലം അല്ലേ? അപ്പോൾ നമുക്കൊന്ന് തുടങ്ങുന്നത് ഒരു പ്രാർത്ഥനയിൽ തന്നെയാവാം. തീർച്ചയായിട്ടും. ഏത് പാട്ടാണ് ഞങ്ങൾക്ക് പാടാൻ പോകുന്നത്? കണി കാണും നേരം. വെരി ഗുഡ്. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. ചെറിയ ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്. ഓക്കെ, ഇപ്പോഴും പാടാനൊക്കെ ഒരുങ്ങുമ്പോൾ ഈ ഒരു പേടിയുണ്ടോ? പേടിയുണ്ട്. ആദ്യത്തെ ഒരു പാട്ട് കഴിയുന്നത് വരെ എനിക്ക് കുറച്ച് ടെൻഷനാണ്. കയ്യൊക്കെ ഇങ്ങനെ തണുത്ത്. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ഒരു വളരെ വിഖ്യാതനായ ഒരു സിംഗർ പറഞ്ഞതാണ്, എനിക്കിപ്പോഴും സ്റ്റേജിൽ കയറുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ട്. ആ ടെൻഷൻ തന്നെയാണ് എനിക്ക് നന്നാവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും. അല്ല, ഒരു ടെൻഷൻ ഇല്ലാണ്ട് കയറിയാൽ നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്തത്. അതെ അതെ, അത് കഴിയുമ്പോൾ ഇനിയും നന്നാക്കണം എന്നുള്ള ഒരു റോഷ്നി എന്ന ഗായിക 100% കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു കലാകാരി. ഒരു ആദ്യമൊക്കെ ലൈറ്റ് മ്യൂസിക് ഒക്കെ പാടിയായിരിക്കും തുടക്കം അല്ലേ? അതെ, തീർച്ചയായിട്ടും. വിന്നറൊക്കെ ആയിരുന്നു അല്ലേ? ഫസ്റ്റ് വിൻ ചെയ്തത് എവിടെയാണ്? സ്കൂളിലാണ്? ഫസ്റ്റ് സ്കൂളിലാണ്. സ്കൂളില് യൂത്ത് ഫെസ്റ്റിവൽ. അതെ, സെക്കൻഡ് ഗ്രേഡിൽ പഠിക്കുന്ന സമയത്ത് ഓൾ കേരള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസിന്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഗ്രേഡിൽ. അതെ. എത്ര വയസ്സുണ്ടാവും? 5 വയസ്സ്, 6 വയസ്സ്. പാടിയ പാട്ട് ഓർമ്മയുണ്ടോ? അതെനിക്ക് ഓർമ്മയില്ല. ഓർമ്മ വന്ന സമയത്ത് സമ്മാനം കിട്ടിയ ഒരു പാട്ട്. തീർച്ചയായിട്ടും. അത് ലളിതഗാനം. രാധിക തിലക് പാടിയിട്ടുള്ള ഒരു ഗാനം. അത് സ്കൂൾ ലെവലിൽ ഞാൻ പാടിയിട്ടുണ്ട്. ദ്വാപരയുഗത്തിൻ്റെ ഹൃദയത്തിൽ നിന്നോ ഗോപന്റെ ഗോപി പ്രണയത്തിൽ നിന്നോ എവിടെ നിന്നോ ഇന്നു നേടി യമുനെ നീന്ദ്രനീലം ഈ യാദവ മാധവ നീലം. ദ്വാപരയുഗത്തിൻ്റെ ഹൃദയത്തിൽ നിന്നു ഗോപന്റെ ഗോപി പ്രണയത്തിൽ നിന്നു. പാടി റോഷ്നി. ഞാൻ ഭയങ്കര ഒരു ഫാനായി റോഷ്നിയുടെ. എന്ത് നല്ലൊരു ഗായികയാണ് നമ്മുടെ പുലർകാലം ധന്യമാക്കാൻ എത്തിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് പറയുമോ? ഈ മ്യൂസിക് ആണ് എൻ്റെ പ്രൊഫഷൻ എന്ന് തീരുമാനിച്ച് പഠിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടം. ആക്ച്വലി അത് എൻ്റെ അമ്മ നന്നായി പാടും. അമ്മയാണ് ബേസിക്കലി എന്നെ ബേസിക്കായിട്ട് പഠിപ്പിച്ചിട്ടുള്ള അമ്മയാണ്. അവിടുന്ന് അമ്മ രമ.
രമാദേവി. ഇപ്പോഴും പാടുന്നുണ്ടോ? അമ്മ ഇപ്പോഴും വീട്ടിൽ പാടും. അപ്പോൾ പക്ഷെ ആർക്കും ആ ഒരു ടേസ്റ്റ് ഇപ്പം മനസ്സിലാവും കേട്ടോ. അമ്മ പാടുന്ന ശിഷ്യരിലൂടെയാണല്ലോ ഗുരുവിനെ മനസ്സിലാക്കുന്നത് അല്ലേ? അമ്മ ആക്ച്വലി ഔസേപ്പച്ചൻ ജോൺസൺ അവരുടെയൊക്കെ സമയത്ത് തൃശ്ശൂർ അവരുടെ ബാൻഡിൽ പാടിയിട്ടുണ്ട്, ആ തൃശ്ശൂർ. അപ്പോൾ അങ്ങനെ അമ്മയാണ് അങ്ങനെ പാടും എന്നുള്ളത് മനസ്സിലാക്കി പിന്നെ കൊണ്ട് ചേർത്തു പഠിക്കാനായിട്ട്. ആദ്യം ഒരു കൃഷ്ണാമ്പാൾ എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ടീച്ചറായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ നെടുങ്കുന്നം വാസുദേവൻ എന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോ ആർട്ടിസ്റ്റാണ്, എ ഗ്രേഡ് ആർട്ടിസ്റ്റാണ് ക്ലാസിക്കലിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ് പിന്നെ ബാക്കിയെല്ലാം പഠിച്ചത്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. വെക്കേഷന് വരുന്ന ടൈമിൽ അവിടെ പോകും. ഒരിക്കലും പഠിച്ചു തീരാത്തൊരു തീരില്ല. അതെ 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 തീർച്ചയായിട്ടും അതെ. ഓഡിഷൻ്റെ അല്ലേ? അതെ അതെ അല്ലേ? അന്ന് റേഡിയോസ് ഇന്നും എന്നും റേഡിയോ സ്റ്റേഷനിലൊക്കെ ഒരു ഗ്രേഡഡ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു വിലയൊന്നും വേറെ തന്നെ അതെ തീർച്ചയായിട്ടും അല്ലേ? എത്ര കാലം ഇപ്പോൾ ഗ്രേഡഡ് ആയിട്ട്? ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്, അതായത് ഒരു 14 ഇയേഴ്സോളം ആയിട്ടുണ്ട്. അവർക്ക് ഈ ഓണത്തിന് ഒരു വലിയൊരു ഇതുണ്ട്, ഓൾ ഇന്ത്യ റേഡിയോയുടെ ഏറ്റവും സെലക്റ്റഡ് ആയിട്ടുള്ള ഈ ഗ്രേഡഡ് സിംഗേഴ്സിനെ വെച്ച് അതിൽ പാടിയിട്ടുണ്ടോ? പാടിയിട്ടുണ്ട് ഞാൻ. ഇപ്പം 2 years ബിഫോർ കൂടിയിട്ട് ഞാൻ അവരുടെ ചെയ്തിരുന്നു, വിദ്യാധരൻ മാസ്റ്ററുടെ മ്യൂസിക് ഡയറക്ഷനിൽ. പണ്ടൊക്കെ അത് മാത്രമേ ഉള്ളൂ ഒരു എന്റർടൈൻമെന്റ് പറയാൻ. ഇന്ന് ഒരുപാട് സ്റ്റാർ ഷോസ് ഒക്കെ ഉള്ള സമയത്ത് അന്ന് ഈ റേഡിയോ സ്റ്റേഷന്റെ ഓണം പ്രോഗ്രാമാണ് ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ. അതെ, ഈ വന്നിട്ടുള്ള വേണുചേട്ടൻ, യേശുദാസ് സാർ അടക്കം ഇവരെല്ലാവരും ഓണത്തിന് റേഡിയോ സ്റ്റേഷന്റെ ഭാഗമായി വന്ന് പാടുമായിരുന്നു അല്ലേ? ഇപ്പൊ ഈ FM തിരിച്ചു വന്നതോടുകൂടി ആൾക്കാർ തിരിച്ച് ശ്രദ്ധിച്ചു. എനിക്ക് തോന്നുന്നു റോഷിനിയെ പോലുള്ള സിംഗേഴ്സ് ഒക്കെ സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട്, എന്നാലും നമ്മൾ ആ പേര് അത്ര നമ്മൾ അറിഞ്ഞിട്ടില്ല. കാരണം FM-ലൊന്നും ആ പേര് പറയുന്നില്ല. കൂടുതൽ വിശേഷങ്ങൾ അറിയാനുണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക് റോഷിനി. നമുക്കൊരു പഴയ ഗാനം കേട്ടാലോ? ലളിതഗാനം. ഏത് ഇഷ്ടമുള്ളൊരു ഗാനം പാടും? ഫിലിം സോങ്. പഴയ കുറച്ചുകൂടെ നൊസ്റ്റാൾജിക് ആവും നമ്മള്. നല്ല വോയിസ് ആ പഴയ കാലഘട്ടത്തിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അവിടുന്നിൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. അവിടുന്നിൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. അവിടുന്നിൻ ഗാനം കേൾക്കാൻ. റോഷിനി awesome. ആ പാട്ടുകളുടെ മധുരമാണോ റോഷിനി റെൻഡർ ചെയ്തതിൻ്റെ സുഖമാണോ അറിയുന്നില്ല. ഞാൻ ഇവിടെ വരുന്ന ഒരുപാട് മെയിൽ സിംഗേഴ്സ് ഉണ്ട്, കുറച്ച് മാത്രമേ നമുക്ക് ഫീമെയിൽ സിംഗേഴ്സ് വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് പേഴ്സണലി ബീങ് എ വുമൺ ഐ എം സോ ഹാപ്പി ടു ഹിയർ യു സിംഗ്. മെയിൽ സിംഗേഴ്സ് ഒരുപാട് എക്സലന്റ് സിംഗേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഫീമെയിൽ സിംഗേഴ്സ് കുറച്ച് പേരേ ഉള്ളൂ അല്ലേ? ഉള്ളവരൊക്കെ നന്നായി പാടുന്നവർ. വരാത്തതാണോ? ഇനി അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുലർകാലത്ത് ഞങ്ങളുടെ ഗസ്റ്റ് ആയിട്ട് വരിക. റോഷിനിയെ പോലെ ഞങ്ങൾ ഇതുപോലെ പാടി ഇവിടെ ഞങ്ങൾ ആസ്വദിക്കുന്നുള്ളതാണ്. റോഷിനിയുടെ ഫേവറേറ്റ് സിംഗർ ആരാണ്? ഒരുപാട് പേരുണ്ട് അങ്ങനെ. അതർ ദാൻ യുവർ മദർ, റോൾ മോഡൽ എന്നൊക്കെ പറയുന്നത് ആരെ? ഇപ്പോൾ KS ചിത്ര മാം, S ജാനകി അമ്മ, P സുശീല അമ്മ, എല്ലാ പേരും പറഞ്ഞു. ഇപ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഓട്ടോഗ്രാഫ് വാങ്ങിച്ചിട്ടുണ്ട്. ചിത്രയ്ക്ക് അറിയോ റോഷിനി സിംഗർ ആണെന്ന്? ഇല്ലില്ല. അതൊരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. ഈവൻ ഞാൻ ഫസ്റ്റ് മിസ്റ്റർ ക്ലീൻ എന്ന് പറഞ്ഞ മൂവിയിൽ പാടിയപ്പോൾ സമയത്ത് ദാസേട്ടൻ്റെ സെയിം ഫീമെയിൽ വേർഷനാണ് ഞാൻ പാടിയത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ എൻ്റെ ട്രാക്ക് ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു SP വെങ്കടേഷൻ, അദ്ദേഹമായിരുന്നു മ്യൂസിക് ഡയറക്ഷൻ. അപ്പോൾ ഇങ്ങനെ ദാസേട്ടൻ ചോദിച്ചു, ചിത്ര വന്ന് പാടിപ്പോയോ ചോദിച്ചു. തീർച്ചയായിട്ടും. പക്ഷെ ആ എന്തോ നിർഭാഗ്യം കൊണ്ട് ആ പാട്ട് മൂവിയിൽ വന്നില്ല. പാട്ട് ഓർമ്മയുണ്ടോ? പാട്ട് ഓർമ്മയുണ്ട്. സെയിം വേർഷൻ തന്നെയാണ് ദാസർ? സെയിം തന്നെയായിരുന്നു. 7 നില മാളിക മേലെ അലങ്കാര മണിയറയിൽ തമ്പുരാനണിഞ്ഞൊരു
സിന്ദൂരം. ലിറിക്സ് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഒരു പാട്ടായിരുന്നു അത്. ചിത്രയുടെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏതായിരിക്കും പാടുന്നത്? ചീരപ്പൂവൾക്കും കൊടുക്കുന്ന ചീരപ്പൂവുകൾക്കുമ്മ കൊടുക്കുന്ന നീലക്കുരുവികളെ തെന്നലറിയാതെ അണ്ണാര കണ്ണനറിയാതെ വിങ്ങിക്കരയണ കാണാപ്പൂവിൻ്റെ കണ്ണീരൊപ്പാമോ ഊഞ്ഞാലാട്ടിയുറക്കാമോ ചീരപ്പൂവുകൾക്കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ. എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ അടുത്ത് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, നന്നായി പാടുമായിരുന്നു, ശ്യാമയോട് എപ്പോൾ പാടാൻ പറഞ്ഞാലും ശ്യാമ ചീരപ്പൂവേ പാടുള്ളൂ. ശ്യാമയെ ഞാൻ ഓർത്തു ഈ നിമിഷത്തിൽ. നമുക്കെല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആണല്ലോ അല്ലേ? അപ്പോൾ ഈ ആദ്യത്തെ സിനിമ മിസ്റ്റർ ക്ലീൻ ആണെന്ന് പറഞ്ഞു. അതിനു മുന്നേ സീരിയൽസിലൊക്കെ സീരിയൽ പാടിയിട്ടുണ്ട്. ഏത് സീരിയൽ എന്നത്? അത് പേരെനിക്ക് ഓർമ്മയില്ല. ദൂരദർശനിൽ അന്ന് 13 എപ്പിസോഡ്സിന്റെ സീരിയൽ വരുന്ന ഇല്ല. അത് അനിൽ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു. സീമാജി നായരുടെ ബ്രദർ, ആർട്ടിസ്റ്റ് സീമാജി നായർ. രേണുക ഗിരിജൻ അവരുടെയൊക്കെ ബ്രദർ ആയിരുന്നു. ഇന്റർനാഷണൽ സ്റ്റേജസിനെ കുറിച്ചൊക്കെ പറയും. ദുബായില്, അതായത് കല്യാണം ദുബായിലാണ്. ഇപ്പൊ ദുബായിലാണ്. കല്യാണം കഴിഞ്ഞിട്ട് നേരെ അതെ അവിടെയായിരുന്നു. ഫസ്റ്റ് ഞാൻ അബുദാബിയിലായിരുന്നു, അവിടുന്ന് ഇപ്പൊ ദുബായിലാണ്. പല സിംഗേഴ്സിനും ഇന്റർനാഷണൽ അവസരം കിട്ടുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. നിങ്ങൾക്ക് പാടി തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ ഇവിടെ പാടി, അത് കഴിഞ്ഞതും കല്യാണം കഴിഞ്ഞു. പക്ഷെ അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഇവിടെ പാടിക്കൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് വിദേശിയാകുമ്പോ പ്ലസ് പോയിന്റ് എന്ന് പറയാൻ പറ്റില്ല, രണ്ടും ഉണ്ട്, മൈനസും ഉണ്ട്. അന്നത്തെ സമയത്ത് അങ്ങനെ അവസരങ്ങൾ ഉണ്ടായിരുന്നോ? അന്നൊക്കെ കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് അവിടെ ഇല്ല, അവിടെ ഭയങ്കര കുറച്ച് എക്സ്പോഷർ കുറവായിരുന്നു. അങ്ങനെ ഒരു എന്താ പറയാ, ഒരുപാട് സ്റ്റേജസ് കിട്ടുക അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ നമുക്ക് ഈ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ഉള്ള അസോസിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അത്ര ഒരു ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഉണ്ണിമേനൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഇവിടെയും ഗാനമേളകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബിജു നാരായണൻ, അപ്പോൾ ഇവരൊക്കെ അവിടെ വരുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ട് എന്നുള്ള ഇതിൽ അവരുടെ പ്രോഗ്രാംസിൽ ഞാൻ തീർച്ചയായിട്ടും അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഒരു ഗായിക അവർക്ക് വിസയും ടിക്കറ്റും ഒക്കെ എടുത്ത് കൊണ്ടുപോകും. നല്ലൊരു ഗായിക. അതെ, ഈ സ്റ്റേജിൽ ഒരു ഗായിക, അതൊരു വലിയ കാര്യം തന്നെയാണ്. അന്ന് ഗാനമേള അതൊക്കെ പാടുമ്പോൾ ഒരു എക്സ്പീരിയൻസ്. ഗാനമേള എന്ന് പറയുമ്പോൾ അതൊരു ശരിക്കും റെക്കോർഡിങ് മാതിരിയല്ല, ഒരു ലൈവായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ വരുന്നതാണ് ഓഡിയൻസായിട്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു ഇതാണ്. എന്നുവെച്ചാൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ അല്ലേ, ചിലപ്പോൾ മറന്നു പോകും. വന്നിട്ടുണ്ട് 2 പ്രാവശ്യം. ശബ്ദത്തിന് പ്രോബ്ലം വന്നിട്ട് ഒരു പ്രാവശ്യം എനിക്ക് പാട്ട് നിർത്തേണ്ടി തന്നെ വന്നിട്ടുണ്ട് ഇടയിൽ വെച്ചിട്ട്. അതെപ്പോഴായിരുന്നു? ഒരു വൈറൽ ഇൻഫെക്ഷൻ മാതിരി വന്നു. അപ്പം പ്രോഗ്രാം നേരത്തെ കമ്മിറ്റഡ് ആയത് കാരണം നമുക്കത് മാറ്റാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ പാടി നോക്കാം എന്നുള്ള ലെവലിൽ പോയി പാടി. ഫസ്റ്റ് സോങ് വലിയ കുഴപ്പമില്ലാണ്ട് വന്നു. സെക്കൻഡ് ആയി കഴിഞ്ഞപ്പോഴേക്കും തീരെ പറ്റാതായി തുടങ്ങി. അപ്പോഴേക്കും പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ നിർത്തി, സോറി ഒക്കെ പറഞ്ഞ് നിർത്തി. ഓഡിയൻസ് എങ്ങനെയായിരുന്നു? അപ്പോൾ ഓഡിയൻസ് അവർക്ക് മനസ്സിലായി തോന്നുന്നുണ്ട് എന്തോ പ്രോബ്ലം ഉണ്ട് എന്നുള്ളത്. പെട്ടെന്ന് സൈലന്റ് ആയി എല്ലാവരും. ഭയങ്കര എന്തോ പിന്നെ ഒരിക്കലും മറക്കാത്തൊരു ഇതാണ്. ആദ്യമായിട്ടൊരു സ്റ്റേജിൽ നിന്ന് അങ്ങനെ പോവാ. പിന്നെ ഗ്രാജുവലി അത് ശരിയായി. എത്ര കാലം എടുത്തു അത് മാറാൻ? അത് ആക്ച്വലി അത് അവിടുത്തെ ഒരു കാലാവസ്ഥയുടെ ഒരു പ്രത്യേകതയാണെന്ന് പറയാം. ലൈക്ക് ചൂട്, തണുപ്പ് മാറി ചൂട് തുടങ്ങുന്ന ഒരു സമയത്ത് മിക്കവർക്കും എഫക്റ്റഡ് ആവുന്ന ഒരു ഇതാണ് വൈറൽ. അതെ അതെ. അപ്പോൾ വെതർ ചേഞ്ചിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണത്. പാട്ടുകാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഞാനൊക്കെ എപ്പോഴും പറയും, ഞങ്ങളൊക്കെ ഡാൻസ് കളിക്കുമ്പോൾ വലിയൊരു സന്നാഹമായിട്ട് പോകണം, പെട്ടി അത് ഇത് സാധനങ്ങൾ ഓർണമെന്റ്സ്. പാട്ടുകാർക്ക് പോയി അങ്ങ് പാടിയത്. പക്ഷെ പാട്ടുകാർക്ക് അവരുടെ തൊണ്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആണ്. നമ്മൾ നല്ലോണം കെയർ തന്നെ വേണം അതിനെ. ആഗ്രഹിക്കുന്ന ഫുഡൊന്നും കഴിക്കാതെ ഞാൻ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല എനിക്ക്. കഴിക്കണം തോന്നി കഴിഞ്ഞാൽ ഞാൻ എല്ലാം കഴിക്കും. പക്ഷെ ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് തണുത്തതൊക്കെ കുറച്ച് അവോയ്ഡ് ചെയ്യും. അതർവൈസ് ഞാൻ കഴിക്കും. വലിയ റെസ്ട്രിക്റ്റഡ് ആണ്, എന്നാലും
കഴിക്കണം തോന്നിയാ കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്യും. കഴിക്കും. ഓ കുറേശ്ശൊക്കെ എല്ലാം കഴിക്കും. ഐസ്ക്രീം കഴിക്കുന്ന ഗായികയാണ് കേട്ടല്ലോ. ഐസ്ക്രീം കഴിച്ചുകൊണ്ടല്ല, പാടാൻ കഴിവുണ്ടെങ്കിൽ എന്ത് കല്ല് വേണമെങ്കിലും ഒരാൾ പറഞ്ഞതാണ്, എന്ത് കല്ല് വേണമെങ്കിൽ ചവച്ച് കഴിക്കാം, നന്നായിട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ പിന്നെ ഇതിനെ കുറിച്ചൊന്നും പേടിക്കണ്ട. എനിക്കറിയില്ല, ചിലപ്പോ എന്റെ ബോഡി നേച്ചർ ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഈ സ്റ്റേജിന്റെ പുറകിൽ ചൂടുവെള്ളം, കുരുമുളക്, അതിമധുരമൊക്കെ വെച്ചോണ്ടിങ്ങനെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, ഡ്രൈ ആവും ചിലപ്പോൾ. ഈ ടെൻഷൻ കാരണമായിരിക്കാം ചിലപ്പോൾ തൊണ്ട പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ വെള്ളം ഞാൻ എപ്പോഴും കയ്യിൽ സ്റ്റോക്ക് ചെയ്യും. പക്ഷെ അതിങ്ങനെ കുരുമുളക് അങ്ങനെയുള്ളതൊന്നും ഇല്ല, ജസ്റ്റ് ഇളം ചൂടുള്ള വെള്ളം. റോഷ്നിക്ക് കുടിക്കാനുള്ള വെള്ളം കുടിക്കാനുള്ള സമയമായി. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. അധികം വെള്ളം കുടിപ്പിക്കുന്നില്ല. പുനർകാലത്തിൽ ഒരുപാട് ടിപ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നല്ല ടിപ്സ് ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. പക്ഷേ ഇന്നത്തെ ടിപ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ബിക്കോസ് നല്ല ഹെൽത്തി മൈൻഡ്, ഒരു ഹെൽത്തി മൈൻഡ് എങ്ങനെ നമുക്ക്... അതെ, ഇത് നമുക്ക് എഴുതി അറിയിച്ചിരിക്കുന്നത് ഇന്ദുവാണ്. ഇന്ദു ഒരു മെസ്സേജ് ആയിട്ടാണ് അത് അയച്ചിരിക്കുന്നത്. കണക്ട് വിത്ത് അതേഴ്സ്, ബിൽഡ് സ്ട്രോങ് ആൻഡ് ക്വാളിറ്റി റിലേഷൻഷിപ്സ്, ഇറ്റ് ക്യാൻ ബ്രിങ് ഗ്രേറ്റ് റിവാർഡ്സ്. വളരെ ശരിയാണ് ഇന്ദു, വളരെ അർത്ഥവത്താണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ഡിപ്രഷൻ, ലോൺലിനെസ്, നമുക്ക് ഷെയർ ചെയ്യാൻ ആളില്ലാതെ വരിക, ഒരു അനാഥത്വം എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ അതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത് നല്ല കൂട്ടായ്മ, ഒരുമിച്ച് ചേർന്ന് നല്ല ഫ്രണ്ട്സ്, ഒരു നല്ലൊരു സർക്കിളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, പരിഭവങ്ങൾ, പ്രയാസങ്ങൾ, മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത നിങ്ങളുടേതായ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ അത്രയും റിലയബിൾ ആയിട്ടുള്ള നല്ല ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. നല്ല മൈൻഡ്, നല്ലൊരു എന്താ ഒരു പ്യൂരിറ്റിയോടുകൂടി ഏത് കാര്യത്തിനും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മൈൻഡ്, അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. നല്ല മിഷൻസും കൂടി ഉണ്ടാവും. നല്ല ഹൃദയങ്ങൾ ചേരുമ്പോൾ നല്ല മിഷൻസ് ഫുൾഫിൽ ചെയ്യും. വെൽക്കം ബാക്ക്. വെൽക്കം ബാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ ടെൻസ്റ്റ് ആകുമ്പോഴത്തേക്ക് വെള്ളം കുടിക്കുന്നുള്ളതല്ല. ഗാനമേളക്കാർ മൊത്തം എല്ലാവരും വെള്ളം കുടിക്കും അല്ലേ? അങ്ങനത്തെ വെള്ളം കുടിയല്ല ഞാൻ പറയുന്നത്. അവർ എപ്പോഴും ഒന്ന് ഈ ത്രോട്ടൊന്ന് ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുമോ? യു ടേക്ക് ചോക്ലേറ്റ്സ് വൈൽ യു ആർ സിംഗിങ് ആൻഡ് ഓൾ? മിന്റ് ചിലപ്പോൾ എടുക്കാറുണ്ട്, ലൈക്ക് ചൂയിങ്കം ചിലപ്പോൾ വെക്കാറുണ്ട്. ഒരു സലൈവ ഒന്ന് ഇതായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കയ്യിൽ വെക്കാറുണ്ട്. അത്രേ ഉള്ളൂ. ഒരു പാട്ട് പാടി കഴിയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഡ്രൈ ആവുമല്ലേ? പേടി കൂടി ഉള്ളത് കൊണ്ടാണ് കൂടുതൽ ഡ്രൈ ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അറിയില്ല, എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ്. ബാക്കി എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് കുറച്ചൊരു ടെൻഷൻ കൂടുതലായത് കാരണം പെട്ടെന്ന് ത്രോട്ടില് ഡ്രൈനെസ് വരും. ഇപ്പൊ നമ്മളത് കുറച്ചുകൂടി ഈസി ആയി അല്ലേ? അതെ, ഇപ്പൊ കുറച്ചും കൂടി ടെൻഷനൊക്കെ നമുക്കൊരു തമിഴ് പാട്ട് കേട്ടാലോ? ജാനകി അമ്മയുടെ ഒരു പാട്ട് പാടാം. ഒരു സനം തൂങ്ങിരിച്ച് ഊത കാറ്റും അടിച്ചിരിച്ച് പാവി മനം തുങ്കലയേ അത് വീണോ പുരിയലയേ. ഒരു സനം തൂങ്ങിരിച്ച് ഊത കാറ്റും അടിച്ചിരിച്ച് പാവി മനം തുങ്കലയേ അത് വീണോ പുരിയലയേ. റെക്കോർഡ് പോലെ എക്സലന്റ്. ശരിക്കും എനിക്ക് അസൂയ തോന്നുന്നു. റോഷ്നി അത്യാവശ്യം നല്ല ഗ്ലാമറസ് ആണ്. എനിക്ക് റോഷ്നിയെ കണ്ടപ്പോൾ ആശാ ശരത്തിനെ ഓർമ്മ വന്നു. ആശ ഇതുപോലെ പ്രവാസിയാണ്. ആ നാട്ടുകാരൊക്കെ സുന്ദരികളാണോ? ആശ പാടും. ആശ പാടുവോ? പാടുപെടും. നന്നായി ഡാൻസ്. ആശ ഭയങ്കര ലക്കിയാണ് ആക്ടിങ്ങില്. യു ആർ വെരി ലക്കി ഇൻ സിംഗിങ്. ആശേഷി ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ കാലത്തിന് ശേഷം ഇപ്പോഴാണ് കോളേജ് ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട്. അതെ, വിവാഹം കഴിഞ്ഞ് അവിടെ പോയി കുറെ നാളുകൾ ശേഷം തിരിച്ചു വന്ന് സൂപ്പർ ഹിറ്റ് ആയി അല്ലേ? എന്റെ കാര്യത്തിലും അതുമാതിരി തന്നെയാണ്. കുറെ കാലം കഴിഞ്ഞ് ഞാൻ വീണ്ടും മൂവീസിൽ ഇപ്പൊ പാടി തുടങ്ങി. ഇപ്പൊ ഏതൊക്കെ പാട്ട്? ഇപ്പൊ ഞാനൊരു തമിഴ് മൂവി ഇപ്പൊ പാടി, ഉറുമി എന്നും പറഞ്ഞിട്ട്. അത് ഓഡിയോ റിലീസ് ആയി കഴിഞ്ഞു. ഭാരതി രാജ സാർ ആയിരുന്നു എന്റെ ലോഞ്ചിങ് ഒക്കെ, ഓഡിയോ ലോഞ്ചിങ് ഒക്കെ. ഡയറക്ഷൻ ശക്തിവേൽ പെരുമാൾ സ്വാമി, അച്ചു രാജാമണിയുടെയാണ് മ്യൂസിക്. കേട്ടാലോ? சிறுநடை தூரம் உன்னோடு நான் வந்தேன், சில்லென்ற உன் பார்வை பட காத்திருந்தேன். அவ்வளவு அழகா
நேரம் நடப்பாய் தனியே ஏன் இந்த மௌனமின் கண்மணியே உன் விரலோடு விரல் கோர்த்து நான் வர வேண்டும் துணையே. ഹിറ്റാണ് കേട്ടോ, ഉറപ്പാ. കേൾക്കുമ്പോഴേ നമുക്കറിയാം അല്ലേ. നല്ല റിവ്യൂസ് ഒക്കെ വന്നു തുടങ്ങി അതിനെ പറ്റിയിട്ട്. ആരൊക്കെയാണ് കാസ്റ്റ്, ആരൊക്കെയാണ് അതിൽ? ബോബി സിംഹ, പിന്നെ രശ്മി മേനൻ, കലയരസൻ, ഇവരൊക്കെ ഇപ്പോഴത്തെ ജനറേഷനിലെ ആർട്ടിസ്റ്റുകളാണ്. പിന്നെ ഇപ്പം മലയാളത്തിൽ തന്നെ മധുരനാരങ്ങ, സുഗീതിൻ്റെ ഓർഡിനറി ഹിറ്റ് ഡയറക്ടർ സുഗീതിൻ്റെ മധുരനാരങ്ങ എന്ന് പറഞ്ഞ മൂവിയിൽ ഇപ്പോൾ പാടി. അത് ഈദ് റിലീസാണ്. അത് ശ്രീജിത്ത് സച്ചിൻ എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരാണ് ചെയ്തിരിക്കുന്നത്. അതിൽ 2 പാട്ടുണ്ട് ആക്ച്വലി. ഒന്ന് ടൈറ്റിൽ സോങ് ആണ്, പിന്നെ ഒന്നൊരു ലല്ലബി മാതിരി ഇൻ ബിറ്റ്വീനിൽ. രണ്ട് ഫസ്റ്റ് ടൈറ്റിൽ സോങ്ങിൻ്റെ പാടാം. സോർട്ട് ഓഫ് സോളോ. ഇൻ ബിറ്റ്വീൻ ഒരു 1-2 പോർഷൻസിൽ മെയിൽ ഇത് വരുന്നുണ്ട്, മെയിൽ വോയിസിൻ്റെ ഒരു. അതൊരു ശശ്വന്ത് സിംഗ് എന്നും പറഞ്ഞിട്ട് AR റഹ്മാൻ്റെ ബാൻഡിലൊക്കെ പാടുന്നൊരു ആളാണ്. ഓ തിരയുകയാണോ തിരമേലെ എന്നെ ഒഴുകി മറഞ്ഞുവോ നീ എന്തിനോ ഒരു മൊഴിയോതാതേറെ ദൂരെയായി ഞാൻ പകലുകളന്നേ എൻ്റെ കണ്ണിൽ രാത്രിയായി താളം മറന്നു ഉള്ളം നിൻമുഖമെങ്ങും കാണാതെ കാണാതെ താളം മറന്നു ഉള്ളം നിൻമുഖമെങ്ങും കാണാതെ കാണാതെ. പിന്നെ ഒരു ലല്ലബി മാതിരി ഒരെണ്ണമുണ്ട്. അത് മെല്ലി വന്നു കൊഞ്ചിയോ പൊന്നുതിരും മേഘമേ ചാരി വന്നു നിന്നുവോ ചാഞ്ഞുറങ്ങും സ്വപ്നമേ രാവിനൊരു കൂട്ടായി കിളിമൂളും ഈ താരാട്ട് താരമതു കേൾക്കാൻ കാതോർക്കും നിഴലോരത്ത് മെല്ലി വന്നു കൊഞ്ചിയോ പൊന്നുതിരും മേഘമേ ചാരി വന്നു നിന്നുവോ ചാഞ്ഞുറങ്ങും സ്വപ്നമേ. വോയിസ് ക്രാക്ക് ആവുന്നു. എനിക്കും കൂടി എങ്ങനെ ആവുക, അത്ര ഇൻവോൾവ് ആയി ഞാനും അതിലെ. ഇപ്പോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് മ്യൂസിക്കലി, എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് കർണാട്ടിക് മ്യൂസിക്കിൻ്റെ. അവിടെ തന്നെ വയലിൻ തന്നെ ക്ലാസ് എടുക്കുന്നുണ്ട്. കുറച്ച് സ്റ്റുഡൻസ് വരുന്നുണ്ട് പഠിക്കാനായിട്ട്. കുട്ടികൾ എങ്ങനെയാണ്, സീരിയസ് സ്റ്റഡിയാണോ അതോ ബേസിക്സ് തന്നെയാണോ പഠിപ്പിക്കുന്നത്? ബേസിക്സ് ഉണ്ട്. ലൈക്ക് അവർക്ക് ഈ സ്കൂളിൻ്റെ ഒക്കെ ടൈമിംഗ് ഒക്കെ കഴിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് വേണം വരാനായിട്ട്. ഇല്ല, ഞാൻ വീട്ടിൽ തന്നെ ചെയ്യാണ്. അപ്പോൾ അറിഞ്ഞു വരുന്നവർക്ക് മാത്രം ഇങ്ങനെ ക്ലാസ് എടുക്കാം. എനിക്കങ്ങനെ ഒരുപാട് ഞാനിങ്ങനെ പബ്ലിസിറ്റി കൊടുത്ത് അങ്ങനെ ചെയ്യുന്നില്ല. ഉള്ള കുറച്ച് കുട്ടികളെ നന്നായി ചെയ്യണം എന്നുള്ള ഒരു ഇതിൽ. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഈ പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വോയിസ് സ്ട്രെയിൻ വരും. സ്ട്രെയിൻ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എൽഡറായിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ അത് പാടിച്ച് പറഞ്ഞു കൊടുക്കും ഫസ്റ്റ്. അത് കഴിഞ്ഞ പിന്നെ അവർ അതെ കൂടെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പാടിക്കൊണ്ടിരിക്കില്ല. സ്വന്തമായിട്ട് പ്രാക്ടീസ് എന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു കറക്റ്റ് സമയമൊന്നുമില്ല. ഒഴിവ് കിട്ടുന്ന സമയം. തമ്പുരു വെച്ചിട്ടാണ്. ഇല്ല, ശ്രുതി അതിലാണ്. ഈസി ആണല്ലോ അത്. ഈ ഫിലിം സോങ്സ് ഒക്കെ പാടി നമ്മൾ പഠിക്കുമ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യണമല്ലോ ആരെങ്കിലും, അല്ലേ? അതാരാ ചെയ്തു തരുന്നത്? കറക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കുറേയൊക്കെ ഞാൻ നെറ്റിൽ നോക്കിയിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതാണ്. തനിയെ കുറേയൊക്കെ ചെയ്യാൻ നോക്കും. പിന്നെ ഇവിടെ ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് എൻ്റെ സാറിൻ്റെ അടുത്ത് പോകും ക്ലാസ്സിന് വേണ്ടിയിട്ട് വീണ്ടും. അപ്പോൾ ആ ഒരു 2 months എനിക്ക് ശരിക്കും നല്ല ഒരു പ്രാക്ടീസുമാണ്. പുതിയത് പഠിക്കാനുള്ളൊരു
ചാൻസും കൂടിയാണ് ആ സമയത്ത്. സ്വന്തമായി കേട്ട് റെക്കോർഡ് ചെയ്ത് കേട്ട് അങ്ങനെ കറക്ഷൻസ് ഒക്കെ ചെയ്യാം. ഇല്ല, അത് കുറവാണ്. എനിക്ക് എൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നും അയ്യോ ഇത് പോരാ, ഇതിങ്ങനെയല്ല എന്നുള്ളത്. അപ്പോൾ അത് കാരണം അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാറില്ല, ജസ്റ്റ് കേട്ട്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര കാലമായി? ഇപ്പോൾ 14-15 years ആയി. 15 years. അപ്പോൾ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് എന്തായാലും നല്ലോണം, തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹത്തിന് പാടും. പണ്ട് പാടിയിരുന്നു, ഇപ്പം ഇല്ല. സംഗീതോടെ പോയി. ഇപ്പൊ ജോലി തിരക്കൊക്കെ ആയതിനു ശേഷം പിന്നെ പാട്ടായിട്ടില്ല. ഇപ്പൊ ഞാൻ പാടണത് കേൾക്കും, അത്രേ ഉള്ളൂ. എങ്ങനെയാണ് റോഷ്നിയുടെ മ്യൂസിക്കിനെ പുള്ളി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വലിയ ഇഷ്ടമാണ്. എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ പറയും. എനിക്ക് കൂടുതലും ഇങ്ങനെ ടിപ്സ് ഒക്കെ തരും. ഇങ്ങനെ ഓരോ സിംഗേഴ്സ് പാടുന്ന മാതിരി അങ്ങനെ ചെയ്യണം, ഇപ്പോൾ കൈയെടുത്ത് ആക്ഷൻ കാണിക്കുമ്പോൾ കൂടുതൽ ഭാവം വരും, അങ്ങനെയുള്ള ആ ഒരു ഇതൊക്കെ. ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ ഒതുങ്ങി നിന്ന് പാടുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ പറയാം കുറച്ചും കൂടി അങ്ങനെ ഇൻവോൾവ് ആവണം, അപ്പോഴതങ്ങനെ ഭാവങ്ങൾ കൂടുതൽ വരിക, നമുക്ക് കുറച്ചും കൂടി സിംഗിങ് കംഫർട്ടബിൾ ആവും. പാടുന്നത് മാത്രമല്ലല്ലോ, ഇപ്പൊ പാടുന്നതിനോടൊപ്പം സ്റ്റേജിൽ അഭിനയിക്കുകയും കൂടെ വേണം. അതെന്റെ ഭാഗത്തുനിന്ന് വളരെ കുറവാണ്. ചെറിയ ബ്രേക്ക്. അഭിനയം പഠിക്കുന്ന നിങ്ങൾക്കും അഭിനയം പഠിക്കാനായി തയ്യാറായി നിൽക്കുന്ന റോഷ്നിക്കും ഇടയിൽ ഒരു ചെറിയ ബ്രേക്ക്. ഇൻഫർമേഷൻ ടു ദ പബ്ലിക്. ഇത് വളരെ വാല്യുബിൾ ആയിട്ടൊരു ഇൻഫർമേഷനാണ്. അതായത് ജനനം മരണം ഇത് കൃത്യസമയത്ത് അല്ലെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യാൻ മറന്നു പോകുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ അത് ശരിക്കും ഉത്തരവ് നൽകുന്നത് RDO ആണ്. അത് അപ്ലൈ ചെയ്യേണ്ടത് വില്ലേജ് ഓഫീസിൽ അപ്ലൈ ചെയ്യാം. വില്ലേജ് ഓഫീസറാണത് ഒരു പ്രാദേശിക അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഉറപ്പ് വരുത്തിയ ശേഷം റിപ്പോർട്ട് നൽകി RDO ആണ് ഉത്തരവ് നൽകുന്നത്. അപ്പോൾ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനനം അതുപോലെ തന്നെ മരണവും രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. വെൽക്കം ബാക്ക്. ഈ പറഞ്ഞ പോലെ ഓൺ സ്റ്റേജിൽ ഇപ്പോൾ എല്ലാ സിംഗേഴ്സും എനിക്ക് തോന്നുന്നു ഉഷ ഉതുപ്പിൽ നിന്നാണ് ശരിക്കും നമ്മളിത് തുടങ്ങിയത്. പക്ഷേ ഉഷ ഉതുപ്പ് സ്ഥലത്ത് നിന്ന് ഒരു സാരി എടുത്ത് പാടുന്നുണ്ട്. ഇപ്പോഴത്തെ സിംഗേഴ്സ് ദേ ആർ ലിറ്റിൽ ബിറ്റ് എന്താ പറയുന്നത്, ഒരു ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, ഒത്തിരി ഒരു വയലൻസ് പാട്ടിൽ. പക്ഷെ അത് പാട്ടിന്റെ അങ്ങനെ അല്ലാത്ത സിംഗേഴ്സ് ഉണ്ടാവാം. പക്ഷെ എനിക്കൊക്കെ ഒന്ന് മൂവ് ചെയ്യുമ്പോൾ ത്രോട്ടിന് കുറച്ചൊരു വൈബ്രേഷൻസ് വരുന്ന മാതിരി തോന്നും. നമ്മളെ കറക്റ്റ് പിച്ചിങ്ങിലല്ല പോണേന്നൊക്കെ ഒരു തോന്നൽ എനിക്ക് വരും. ദാസാറ് പറഞ്ഞിട്ടുണ്ട് ശരീരം കൊണ്ടല്ല ശാരീരം കൊണ്ടാണ് പാടേണ്ടത്. പക്ഷെ അത് എത്ര പേര് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ജനറേഷനിൽ അവർക്ക് കുറച്ച് ഡാൻസും മിക്സ് ചെയ്ത് വേണം പാട്ടുകൾ വരാൻ എന്നുള്ള ഒരു ഇതാണ്. അതുകൊണ്ടാണെന്ന് തോന്നി ഈ പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് സിംഗേഴ്സ് ഒക്കെ പാടുന്നത്. ഇത്തരം ഒരു ഡിമാൻഡ് വരുമ്പോൾ ടു കേറ്റർ ദ നീഡ്സ് എന്ന് പറയുന്നത്. അടുത്ത സമയത്ത് ഞാൻ മാധുരിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പക്കാരെന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റേജ് ഷോസ് ഒന്നും ഇങ്ങനെയൊന്നും സ്റ്റേജ് ഷോസ് ഇല്ല. പാട്ട് പാടും, ദേവരാജൻ മാസ്റ്റർ പറഞ്ഞ് പറയും നിങ്ങൾ ഇന്ന പാട്ട് പാടും, അപ്പം ഇരിക്കുന്നതാണ് അവരുടെ ഷോ. ഇപ്പോൾ എല്ലാ സിംഗേഴ്സിനും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഡെയിലി ഒരു സിംഗർ വരികയാണ്, ഡെയിലി 1 to 1. റിയാലിറ്റി ഷോസ് തന്നെ ഒരുപാട് ഉള്ളത് കാരണം അതിൽ നിന്നൊക്കെ ഒരുപാട് സിംഗേഴ്സ് വരുന്നുണ്ട്. ഇല്ല അറിയാം, അതിന്റെ ഒക്കെ ഒരു ടൈം കഴിഞ്ഞു. ഇനിയൊരു പക്ഷേ ഒരു മിസ്സസ് സ്റ്റാർ സിംഗർ ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പാടാം അല്ലേ? അപ്പോഴും എനിക്ക് ഡാൻസിങ് ഒന്നും പറ്റില്ല. മറ്റുള്ളവർ ഡാൻസ് ചെയ്യുന്നതുകൊണ്ട് വിരോധമുണ്ടോ? നിങ്ങൾ പാടുമ്പോൾ പുറകിൽ മറ്റുള്ളവർ ഡാൻസ് ചെയ്തോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ സ്റ്റേജ് ഷോസിൽ വരുമ്പോൾ നമ്മൾ നടുക്ക് നിന്ന് പാടുക, ചുറ്റും ഡാൻസേഴ്സ് ഡാൻസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. കോംപ്ലിമെന്റിംഗ് ആയിട്ട് തന്നെ എടുക്കാറുണ്ടോ? അത് കുഴപ്പമില്ല, നമുക്ക് വലിയ പ്രശ്നമില്ലാതെ പോകും. പക്ഷെ നമ്മൾ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ട്രാക്ക് ഇട്ടിട്ട് പാടുന്ന ഒരു പല സ്റ്റേജിൽ നമുക്ക് ഈ ഓർക്കസ്ട്രയൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ സ്റ്റേജിലൊക്കെ പാടിയിട്ടുണ്ട്. ഈ ട്രാക്ക് കേട്ട് ശ്രുതി കേട്ട് താളത്തിൽ പാടുമ്പോൾ കുറെ കൂടി റിസ്ക് കൂടുതലാണ്. കാരണം നമ്മൾ ഒരു ബാർ മാറിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന തെറ്റിക്ക് പോകും, കംപ്ലീറ്റ് പാട്ടിന് പോകും, ശ്രുതിയും ചേഞ്ച് ചെയ്യാനും പാടാം. അത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യം. അത്രയും പ്രാക്ടീസ് വേണം നമ്മൾക്ക്. പക്ഷേ ഇപ്പം നമുക്ക് നിറയെ സ്റ്റുഡിയോസ് ഉണ്ട്. ഇപ്പം റോഷ്നിയുടെ ഫിനാൻഷ്യൽ എലമെന്റ് വെച്ച് പറയുകയാണെങ്കിൽ അതിനെ മാറ്റി നിർത്തി പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് യുവർ ഓൺ സ്റ്റുഡിയോ. ഒരു ചെറിയൊരു ആ സ്റ്റുഡിയോയിൽ ട്രാക്ക് ഇട്ടിട്ട് അതിന്റെ ശ്രുതി മാത്രം കുറച്ച് കൂട്ടിയൊക്കെ റെക്കോർഡ് ചെയ്ത് വേണമെങ്കിൽ വെച്ചേക്കാം അല്ലേ ട്രാക്കിൽ. അതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ? അത്തരം ഗ്രാഹ്യങ്ങളുണ്ടോ? ടെക്നിക്കലായിട്ട് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. ഹസ്ബൻഡ് പറഞ്ഞിട്ടില്ലേ സ്റ്റുഡിയോ ഇട്ട് തരാം? ഹസ്ബൻഡ് ഒരു കോംപ്ലിമെന്റ് ഒന്നും പറഞ്ഞില്ലേ സ്റ്റുഡിയോ ഒക്കെ ഇടാമെന്നോ അങ്ങനെയൊന്നും? ഇല്ല, ഇപ്പൊ തൽക്കാലം വേറെ കാര്യങ്ങളായിട്ട് ബിസിയാണ്. അപ്പൊ അത് കാരണം ഇതിലേക്ക് വന്നിട്ടില്ല. എത്ര ബിസി ആണെങ്കിലും ശ്രീ സുരേഷ് സാർ
ജസ്റ്റ് സ്റ്റാർട്ട് എ സ്റ്റുഡിയോ ഓഫ് യുവർ ഓൺ. ഇപ്പൊ ആപ്പിൽ വരെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോഫ്റ്റ്വെയർ ഇപ്പം എല്ലാത്തിൻ്റെ ഉണ്ടല്ലോ. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കമ്പോസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെറിയ ചെറിയ പദ്യങ്ങളൊക്കെ സ്കൂളിലേക്കൊക്കെ വേണ്ടി ചെയ്യുന്നില്ലല്ലാതെ സ്കൂളിൽ റെസിറ്റേഷൻ കോമ്പറ്റീഷനൊക്കെ പോകുന്ന എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അത്രയ്ക്കൊന്നും ഓർമ്മയില്ല. ക്ലാസിക്കൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും ആൽബം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ക്ലാസിക്കൽ ഒരു ഈസ്റ്റ് മീറ്റ്സ് വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിക്കൽ മ്യൂസിക് തന്നെ വെസ്റ്റേൺ ഓർക്കസ്ട്രേഷനിൽ ചെയ്തിട്ടുണ്ട്. ഓർക്കസ്ട്ര ഒക്കെ എവിടെയായിരുന്നു? ദുബായ് തന്നെ ആയിരുന്നു? അവിടെ തന്നെ ചെയ്തത്. അവിടെ സാജു എന്നും പറഞ്ഞിട്ടൊരു മ്യൂസിക് ഡയറക്ടറാണ് അത് ചെയ്തത്. പുള്ളി തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത്. എന്താണ് അതിന്റെ കൺസെപ്റ്റ്? എന്തായിരുന്നു കൺസെപ്റ്റ്? ഇല്ല, ഈസ്റ്റേൺ, അതായത് നമ്മുടെ ക്ലാസിക്കൽ പക്ക കർണാട്ടിക് മ്യൂസിക് ഓർക്കസ്ട്രേഷൻ വന്നിട്ട് വെസ്റ്റേൺ ആണ്. ഫുൾ വെസ്റ്റേൺ ഇതിൽ ചെയ്തിരിക്കുകയാണ്. കുറച്ച് ഭയങ്കര ബീറ്റ്സും ഒക്കെ ആയിട്ട്. അതിൽ സാമജവരഗമന, പിന്നെ നഗുമോ, പിന്നെ അത് ഒരു രാഗമാലിക മാതിരി ചെയ്തതാ. പല പല രാഗങ്ങൾ കൂട്ടിയിണക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? ജസ്റ്റ് ആൽബം മാതിരി. റിലീസൊന്നും ചെയ്തില്ല. അത് അവിടെ തന്നെ ചെയ്തത്. എനിക്ക് തോന്നുന്നു നാട്ടിലത് ഇറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവിടെ ഒരുപാട് വേദികളുണ്ടല്ലോ യൂട്യൂബിലൊക്കെ. അത് യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒന്ന് രണ്ട് പാട്ടുകൾ ഈസ്റ്റ് മീറ്റ്സ് വെസ്റ്റ് എന്ന് തന്നെയാണ്. അത്രേ ഉള്ളൂ. റോഷ്നി കൊടുത്തിട്ടുണ്ട്, പേരുണ്ട്. ഈസ്റ്റ് മീറ്റ്സ് വെസ്റ്റ്, റോഷ്നി. അങ്ങനെ സെർച്ച് ചെയ്താൽ നമുക്ക് പാട്ട് കാണാൻ പറ്റും. നമുക്ക് അതിൽ നിന്നൊരു കീർത്തനം. ഓ, സാമജവരഗമന സാമജവരഗമന സാധുഹൃദ് സാരസാബ്ജഭാല കാലാതീത വിഖ്യാത സാമജവരഗമന സാധുഹൃദ് സാരസാബ്ജഭാല കാലാതീത വിഖ്യാത സാമജവര ഗമന. ഹിന്ദോളത്തിന്റെ ഒരു സുഖം അല്ലേ? അതിൽ എത്ര ക്ലാസിക്കൽ പാടി? അതിൽ 7 എണ്ണം പാടി ഞാൻ. 3 എണ്ണം വേറെ ഒരു ടീച്ചറാണ് പാടിയിരിക്കുന്നത്. അവിടെ തന്നെയുള്ളൊരു അത് അങ്ങനെ ഒരു ചാൻസും കൂടെ കൊടുത്തു. വെരി ഗുഡ്. അതൊരു വലിയൊരു സാധാരണ ഒരു ആൽബം ഇറക്കുമ്പോൾ എല്ലാം സ്വന്തമായി പാടുന്നൊരു അതിനൊരു റോഷിനിയുടെ ചേഞ്ച് ആണ് അല്ലേ? വെരി ഗുഡ്. അങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടോ റോഷിനി? ഉണ്ട്. ഒരുപാട് വലിയൊരു സർക്കിൾ അല്ലെങ്കിലും വളരെ ചുരുങ്ങിയൊരു. അവരെങ്ങനെയാണ് റോഷിന്റെ മ്യൂസിക്കിനെ കാണുന്നത്? വളരെ സപ്പോർട്ടീവാണ് എല്ലാവരും. വളരെ നമ്മൾ എന്തെങ്കിലും ഒരു പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒരു മൂവിയിലോ എന്തെങ്കിലും പാടി ഒരുപാട് ഷെയറിങ്ങിനൊക്കെ ഒരുപാട് ഉണ്ട്. നിങ്ങൾ വാട്സാപ്പിലൊരു ഗ്രൂപ്പും ഒക്കെ ഉണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് നല്ലൊരു. ഈ മാപ്പിളപ്പാട്ടിലോട്ടൊക്കെ? മാപ്പിളപ്പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് മാർക്കൂസിൻ്റെ കൂടെ. അഷ്കർ എന്നും പറഞ്ഞിട്ടൊരു, ആ സമയത്ത് ഭയങ്കര ഹിറ്റായിരുന്നു. അതൊരു 3-4 വോളിയം വരെ ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ. അതിലേതെങ്കിലും പാട്ട് ഓർമ്മയുണ്ടോ? അതിൽ ലിറിക്സ് ആണ് കുറച്ചൊരു. അഭിനയിച്ചു വന്നിട്ട് അതിൽ അഭിനയിച്ചില്ല. ഈ സുന്ദരി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്ന് എനിക്കൊരു വീണ്ടും ചോദ്യമായിട്ടില്ല. അഭിനയം ഉണ്ടായിരുന്നില്ല, പാട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലിറിക്സ് തെറ്റിയാൽ ക്ഷമിക്കുക, എനിക്ക് എത്ര ഒരു ഓർമ്മയില്ല. അൽഹംദുലില്ലാഹി അഹമ്മദ് നബി അരുൾ മേലേ സല്ലി സലാത്തും സലാമും നല്ലമായി പുകഴ്ന്തേ നിന്നെ ശാം. അൽഹംദുലില്ലാഹി അഹമ്മദ് നബി അരുൾ മേലേ സല്ലി സലാത്തും സലാമും നല്ലമായി പുകഴ്ന്തേ നിന്നെ ശാം. ഇതായിലത്തെ ഒരു ഫേമസ്. ഈ സംഗീതമല്ലാതെ വേറെ ഏതെങ്കിലും ടാലൻസ്? ഇല്ല, സംഗീതമാണ് മെയിനായിട്ട്. ഹോബീസ് വേറെ ഒന്നുമില്ല? അങ്ങനെ ഹോബീസ് അതൊക്കെ ഉണ്ട്. തടി കണ്ടിട്ട് ചോദിച്ചാണോ? നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ പൊടിയാണ്. കുറച്ച് ഏറെ കയറി പോയാൽ അടുത്തൂടെ പോയാൽ തടിക്കുന്ന ആളാണ്. അതെ, എന്റെയൊക്കെ കാര്യം അങ്ങനെ തന്നെയാണ്. അല്ലല്ല, കഴിച്ചില്ലെങ്കിലും ഈ പറഞ്ഞ ഈ മണത്താൽ തടിക്കുന്നു പറഞ്ഞ. എന്റെ സിസ്റ്റർ പറയും, എന്റെ സിസ്റ്റർ വിഷമിച്ച് കഴിക്കും. ആൾക്കാരെ വിളിച്ചിട്ട് അവര് വന്ന് കഴിക്കുന്നത് മുഴുവനും ചേച്ചി തന്നെ കഴിക്കും. ഭയങ്കര ഫാറ്റ്. സങ്കടം കേട്ടങ്ങ് കഴിച്ചു. ഇമോഷണൽ ഈറ്റിംഗ് ആണ്. കോൺഷ്യസ് ആണോ ഫുഡിലൊക്കെ? കുറച്ച് ഇപ്പൊ നോക്കി തുടങ്ങി. ഇനിയിപ്പോ അസുഖങ്ങളൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട്. എങ്ങനെയാണ് കോസ്റ്റ്യൂംസിലൊക്കെ സ്റ്റേജില് പാടുന്നത്? കോസ്റ്റ്യൂംസ് ഡീസെന്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ആയിരിക്കും മാത്രമേ. എല്ലാ സിംഗേഴ്സിനും ഒരു അറിവായിക്കോട്ടെ, ഒരു ചെറിയ ബ്രേക്ക്. ആഫ്റ്റർ ദാറ്റ് കോസ്റ്റ്യൂം വിത്ത് റോഷ്നി.
വെൽക്കം ആഫ്റ്റർ ദ ബ്രേക്ക്. നമ്മൾ പറഞ്ഞത് ഒരു കോസ്റ്റ്യൂം സെൻസ് എല്ലാ ഇപ്പോഴത്തെ ഏത് സിംഗറിൻ്റെ അടുത്ത് നോക്കിയാലും ഞാൻ കാണുന്നത് ഭയങ്കര സൗന്ദര്യമുള്ള സിംഗേഴ്സാണ്. ആണുങ്ങളായിരുന്നാലും പെണ്ണുങ്ങളായിരുന്നാലും അവർ വേറെ ഓർണമെൻറ്റ്സ്, അവരുടെ കയ്യിലെ മോതിരം, എന്തിന് അവരൊരു ഒരു എന്താ പറയുന്നത് അതിന് ക്യൂടെക്സ്. പാട്ടുകാരി ടേൺഡ് ആക്ട്രസ് ആണ് റിമി ടോമി. അല്ല റിമി ഒരു ഞാൻ പറയുന്നത് ഒരു ചേഞ്ച് ആണ്. പണ്ടൊക്കെ റിമി ഒരു അംബാസിഡറാണ് പല കാര്യങ്ങളിലും. ചിത്ര വരെ പാട്ടുകാരി മാത്രമായിരുന്നു. ഇപ്പോൾ ഭയങ്കര ഓൾറൗണ്ടർ, പ്രസന്റർ ആണ്, പാട്ടുകാരിയാണ്, അഭിനേതാവാണ്. മുമ്പൊക്കെ നമ്മൾ സിംഗറെ കാണുന്നത് പറഞ്ഞാൽ ഇപ്പം ഞാൻ കാണുന്നത് എനിക്ക് കയ്യിലൊരു കർച്ചീഫും വെച്ച് ഒരു ഫുൾ ടൈം ഇങ്ങനെ നിന്നൊരു പുസ്തകവും നെഞ്ചോട് പിടിച്ച് അത് പാടിയിരുന്ന ജാനകിയാണ്. പക്ഷെ ഇന്ന് ജനങ്ങൾക്ക് അതല്ല ആവശ്യം. ഇന്നത്തെ ജനങ്ങൾക്ക് പാട്ടുകാർ മാറിയതാണ്. കാരണം നമ്മുടെ ആൾക്കാർ ഹിന്ദിയും പോപ്സ് സംഗീതങ്ങളൊക്കെ കേട്ട് വളർന്നു കഴിഞ്ഞു. സോ ദോസ് ജനറേഷൻ ദേ വെരി ബാഡ്ലി നീഡ് ബ്യൂട്ടിഫുൾ സിംഗേഴ്സ് വിത്ത് ബ്യൂട്ടിഫുൾ കോസ്റ്റ്യൂംസ്. അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഞാനത് പറഞ്ഞു വന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു കോസ്റ്റ്യൂംസും ഓർണമെന്റ്സും ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്? ഓർണമെന്റ്സ് പൊതുവേ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഒരു പർട്ടിക്കുലർ കോൺഷ്യസ് ആണോ സ്റ്റേജ് ഷോയ്ക്കൊക്കെ ഡ്രസ്സൊക്കെ? ഒരു എന്താ പറയാ, ഒരുപാടങ്ങ് ആഭാടമായില്ലെങ്കിലും ഡിമാൻഡിങ് ആണല്ലോ സ്റ്റേജ് ഷോസിലൊക്കെ ഇങ്ങനെ വരണം എന്നൊക്കെ ഡിമാൻഡിങ് അല്ലേ? ഡിമാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല, ചില സ്റ്റേജസിൽ അങ്ങനെ അവർ പറയും നേരത്തെ തന്നെ ഇതാണ് നിങ്ങളുടെ ഡ്രസ് കോഡ് എന്നുള്ളത്. ചിലത് അവർ പറയും, ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്തിട്ട് പോവാം. അങ്ങനെയൊക്കെ ഉണ്ട്. ഓരോ എൻഡ് ഓഫ് ദി ഡേ എങ്ങനെ പാടുന്നു എന്നുള്ളത് അത്രേ ഉള്ളൂ. ഡ്രസ്സ് നന്നായി പോയിട്ട് അവസാനം പാട്ട് ശരിയായില്ലെങ്കിൽ അത് അതും പറയില്ലേ? ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം ഓവറോൾ ഒരു പ്രസൻസ് അവരവരുടെ നായികയെ കാണുന്നത് തന്നെ സിംഗറിലൂടെ ആയിരിക്കും. നമുക്കൊരു പഴയ ഹിന്ദി പാട്ട് കേട്ടാലോ? ഓക്കെ. तेरे बिना जिंदगी से कोई शिकवा तो नहीं, शिकवा नहीं, शिकवा नहीं, शिकवा नहीं, तेरे बिना जिंदगी भी लेकिन जिंदगी तो नहीं, जिंदगी नहीं, जिंदगी नहीं, जिंदगी नहीं, तेरे बिना जिंदगी से कोई शिकवा. നമ്മൾ മ്യൂസീഷ്യൻ ആണെങ്കിൽ കൂടി നമ്മൾ പ്രിഫർ ചെയ്യുന്ന മ്യൂസിക് ഒക്കെ ഉണ്ട്. നമ്മുടെ നല്ല മൊമെന്റ്സ് നമ്മൾ പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ കേൾക്കുന്ന പാട്ടുകൾ എന്തൊക്കെയായിരിക്കും? മെലഡീസ് ആണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കേൾക്കാനായിട്ട്. റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ റാൻഡം കേൾക്കാണോ? ഇല്ല, എൻ്റെ ഫോണിൽ ഞാൻ കുറേ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട പാട്ടുകൾ. അപ്പോൾ അതിങ്ങനെ ഈവൻ മോർണിംഗ് വാക്കിന് പോകുമ്പോഴും ഒക്കെ അതിങ്ങനെ അതെ സംഗീതം തന്നെയാണ്. അപ്പോൾ കേൾക്കുന്ന പാട്ടുകൾ ഏതൊക്കെയാ? അപ്പോൾ കേൾക്കുന്ന പാട്ടുകൾ പഴയ തമിഴ് പാട്ടുകൾ, അതായത് 80s ഉള്ള തമിഴ് പാട്ടുകൾ. ഇളയരാജ സാറിൻ്റെ, അദ്ദേഹത്തിന് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. മുമ്പിലിരുന്നൊന്ന് പാടാനുള്ള ഭാഗ്യം ഉണ്ടായി. അല്ല, അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാൻ ആക്ച്വലി അതൊരു വോയിസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പാടിയതാണ്. അപ്പോൾ അത് കാരണം നേരിട്ട് കണ്ടു. അതൊരു വലിയൊരു ഡ്രീം കം ട്രൂ ആയിരുന്നു. ചെന്നൈയിൽ വെച്ചിട്ട്. ആ പാട്ട് ഓർമ്മയുണ്ടോ? ഏതേതോ അറിയാം. ഏതേതോ എന്നും വളർത്തേ ഉൻ കൈയിൽ എന്നെ കൊടുത്തേ നീതാനേ പുന്നകൈ മന്നൻ ഉൻ റാണി നാനേ പൻപാടും പാടകൻ നീയേ ഉൻ രാഗം നാനേ ഏതേതോ എന്നും വളർത്തേ குழலூதும் கண்ணனுக்கு குயில் பாடும் பாட்டு கேக்குதா குக்கு 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 என் குரலோடு மச்சா உங்க குழலோச போட்டி போடுதா இலையோடு பூவும் தலையாட்டும் பாரு இலையோடு பூவும் காயும் தலையாட்டும் பாரு பாரு குழலூதும் கண்ணனுக்கு குயில் பாடும் பாட்டு கேக்குதா குக்கு குக்கு குக்கு. awesome awesome വലിയ സന്തോഷം. വളരെ വളരെ ഇഷ്ടമായി. മനസ്സിൽ തട്ടുന്ന ഒരു സംഗീതം എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. എത്ര നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഒരുപാട് ഭാഗ്യങ്ങളിൽ ഒരു ഭാഗ്യമാണ് ചില നല്ല സിംഗേഴ്സിനെ അടുത്തിങ്ങനെ പാട്ട് കേൾക്കാന്നുള്ളത്. ഒരു മ്യൂസിക് ഡയറക്ടറിന് പോലും
എനിക്ക് തോന്നുന്നില്ല ഇത്ര അടുത്തൊരു പാട്ട് കേൾക്കാൻ നിങ്ങളെ കൊണ്ട് ഇത്രയും പാടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഒരു പാട്ട് പാടുവാല്ലേ, അതിന്റെ ടെൻഷൻ അടിച്ച് പാടിയിട്ടാ പോകും അല്ലേ. അപ്പൊ പുലർകാലത്തിന് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ കൂടെ അല്ലേ, ഇത്രയും കലാകാരന്മാരെ അടുത്തറിയുവാനും അവരുടെ സംഗീതം ഇങ്ങനെ അടുത്തിരുന്ന് കേൾക്കാനും അത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാനും സാധിച്ചതിൽ. റോഷിനിക്ക് സംഗീതം തന്നെയാണ് എല്ലാം അല്ലേ, സംഗീതമേ ജീവിതം, ആ പാട്ട് പോലെയാണ് അല്ലേ. അതിൻ്റെ അകത്ത് പുതിയ പരീക്ഷണങ്ങളൊക്കെ ഇല്ല, പരീക്ഷണങ്ങളൊന്നും ചെയ്യാനായിട്ട് അതിനുള്ളതായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ സിനിമയിലെ പാട്ട് ഏതിന് റിലീസ് ചെയ്ത് ഹിറ്റ് ആവട്ടെ അല്ലേ. തീർച്ചയായിട്ടും എന്ന് വിചാരിക്കാം. ഏറ്റവും ആഗ്രഹം സിനിമയിൽ ഒരുപാട് സജീവമാകുക, പാടുക എന്നുള്ളതാണ് അല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം കാണുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിനോടും സിനിമ ലവേഴ്സിനോടാണ് എല്ലാവരോടും പറയണം, ഇത്ര നല്ലൊരു ഗായിക ഇവിടെ മാക്സിമം ക്ലാപ്സ് ഫോർ എ സിംഗർ. അങ്ങനെയാണ് ഒരു മ്യൂസിക് ഡയറക്ടർ കണ്ടെത്തുന്നത്. അവസരങ്ങളിലൂടെ ആയിരിക്കും അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ സാധിക്കുക എന്ന് തോന്നുന്നു അല്ലേ. മാം ഈ സ്റ്റേജ് ഷോസ് ഒക്കെ ഒരുപാട് നല്ല സിംഗേഴ്സിന്റെ കൂടെ പാടിയിട്ടുണ്ടല്ലോ. ഒരുപാട് സിംഗേഴ്സിന്റെ കൂടെ പാടി. അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ? ഞാൻ ഇപ്പോൾ മലയാളത്തിലുള്ള ഒരുവിധം ദാസേട്ടൻ ഒഴിച്ച് ബാക്കി ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റുകളുടെയും കൂടെ ഞാൻ സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓരോ ആൾക്കാരുടെ കൂടെ പാടുമ്പോഴും ഓരോ തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഈ മെയിൽ വോയിസിൽ കൂടെ പാടുമ്പോൾ അവരുടെ ശ്രുതിക്ക് ഫീമെയിൽ പാടുന്നത് കുറച്ചൊരു സ്ട്രെയിൻ അല്ലേ? എനിക്ക് കുറച്ചും കൂടി ഹൈ പിച്ചിൽ പാടാനാണ് കംഫർട്ടബിൾ എപ്പോഴും. ഷ്രിൽ വോയിസ് ആണ്. അതെ, കുറച്ച് ഷ്രില്ലാണ് വോയിസ്. റെക്കോർഡ് പിച്ചിൽ പാടുന്നതാണ് കൺവീനിയൻസ്. റെക്കോർഡ് പിച്ചിൽ തന്നെ ഞാൻ പാടാറ്. കാരണം അത് കേട്ട് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്നത് കാരണം അത് വരുള്ളൂ പെട്ടെന്ന് പാടുമ്പോൾ. താഴെ ബേസിലുള്ള പാട്ടുകളൊന്നും പാടാറില്ല? പാടാറുണ്ട്. വസീകരയൊക്കെ പാടാറുണ്ടോ? ആ, പാടിയിട്ടുണ്ട്. കേട്ടല്ലോ. വസീകര നെഞ്ചിനിതൾ പൊന്മടിയിൽ തൂങ്ങിനാൽ പോതുമതേ കണം என் கண்ணுறங்க உன் ஜன்மங்களில் எங்கும் நான் நேசிப்பதும் சுவாசிப்பதும் உந்தயவால் தானே நீங்குகிறேன் தேங்குகிறேன் உன் நினைவால் தானே நான். ഭയങ്കര ഡയറിങ് അറ്റംപ്റ്റ് ആണ്. പാടുന്ന ഒരാള് സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. പാടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ബോംബെ ജേഷിയുടെ ഭയങ്കര ഫാനാണ്. പാടുമോ ചോദിച്ചിട്ടുണ്ട്. കോൺസേർട്സ് ഒക്കെ പാടാറുണ്ടോ? കോൺസേർട്സ് ഇല്ല. ഇവിടെ നാട്ടിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 1-2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. നവരാത്രി സമയത്ത് ഫുൾ കോൺസേർട്ട് ഫുള്ളായിട്ടില്ല. എൻ്റെ സാറിൻ്റെ കൂടെ സാറ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ 2-3 കീർത്തനങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അലൈപായുധേ പാടിയിട്ടുണ്ട്. ഗുരുവായൂർ മറ്റേ ചെമ്പൈ സംഗീതോത്സവത്തിൽ അതിലും ഞാൻ അലൈപായുധേ പാടിയിട്ടുണ്ട്. ആ, അലൈപായുധേ കണ്ണായൻ മനമിഹ അലൈപായുധേ അലൈപായുധേ കണ്ണായൻ മനമിഹ അലൈപായുധേ ഉന്നാനന്ദ മോഹന വേണുഗാനമതിൽ അലൈപായുധേ കണ്ണായൻ മനം മിഹ അലൈപായുധേ ഉന്നാനന്ദ മോഹന വേണുഗാനമതിൽ അലൈപായുധേ കണ്ണാ 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 കണ്ണാ. ശരിക്കും പറഞ്ഞാൽ ഒരു പാട്ടും കേട്ട് മതിയാവില്ല കേട്ടോ. എനിക്ക് ഒന്ന് റോഷിനി അങ്ങനെ ഒരു ട്രാക്ക് കൊണ്ടുവരാത്തതുകൊണ്ട് ഒരു മുഴുവൻ സോങ് കേൾക്കാൻ പറ്റിയില്ല. ഞാൻ വേറൊരു പ്ലസ് പോയിന്റ് ഉണ്ടായി, റോഷിനിയെ കൊണ്ട് ഒരു പാട്ട് പഠിപ്പിച്ചു. എനിക്ക് റോഷിനിയുടെ സൗണ്ടിൽ കേൾക്കാൻ ഇഷ്ടമുള്ള മറ്റൊരു പാട്ട് തന്നെ രാജഹംസമേ. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ ഇവിടെ എൻ്റെ സ്നേഹഗായകൻ രാജഹംസമേ
രാജഹംസമേ എൻ്റെ സ്നേഹവാനവും ജീവനഗാനവും ബന്ധനമാകുമെങ്കിലും നിന്നിൽ എൻ്റെ സ്നേഹവാനവും ജീവനഗാനവും ബന്ധനമാകുമെങ്കിലും നിമിഷമേഘമായി ഞാൻ പെയ്തു തോർന്നിടാം നൂറായിരമിതളായി നീ വിടരുവാൻ ജന്മം യുഗമായി രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ? എക്സ്ട്രോർഡിനറി. റോഷിനി, താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ പുലർകാലത്തിൽ വന്ന് വളരെ നന്നായി പാടി തന്നു. എനിക്കൊന്ന് റോഷിനി പാടിക്കൊണ്ടിരുന്ന ഞങ്ങളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. റോഷിനിക്ക് തരാൻ പോകുക. അതെ, സാധാരണ നമ്മൾ എപ്പിസോഡിന് ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ പ്രേക്ഷകരോട് ചോദിക്കാറുണ്ട്. ഇന്നത്തെ ക്വസ്റ്റ്യൻ, റോഷിനി പാട്ട് പാടും, അത് ഏത് ചിത്രത്തിലേതാണ് എന്ന് പ്രേക്ഷകർ ഞങ്ങൾക്ക് എഴുതി അറിയിക്കണം. അപ്പോൾ റോഷിനിയുടെ ഇഷ്ടമുള്ളൊരു പാട്ട് പാടുക, അത് ഏത് സിനിമയാണെന്ന് പ്രേക്ഷകർ കണ്ടുപിടിക്കുക. ഡബിൾ ചോദ്യമാണോ? ഒരു ചോദ്യം വേറൊരു ചോദ്യം. മാനസമണി വേണുവിൽ ഗാനം പകർന്നു ഭവാൻ മായാത്ത സ്വപ്നങ്ങളാൽ മണിമാല ചാർത്തീവനം. മാനസമണി വേണുവിൽ ഗാനം പകർന്നു ഭവാൻ. ഉഷ ഖന്നയുടെ മ്യൂസിക് ആണത്. ഏത് സിനിമയാണെന്നുള്ള. താങ്ക് യു സോ മച്ച് റോഷിനി. വളരെ സന്തോഷം. ഇത്രയും നല്ലൊരു പുലർക്കാലം സമ്മാനിച്ചതിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. പുലർക്കാലം റോഷിനിക്ക് സമ്മാനിക്കാൻ പോകുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. വലിയൊരു പ്ലേബാക്ക് സിംഗറായിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും ഇതേ റോഷിനി ആഗ്രഹിച്ചതുപോലെ ഒരുപാട് ചിത്രങ്ങളൊക്കെ പാടി വീണ്ടും നമുക്ക് ഒരിക്കൽ പ്രതിവിടാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സെൽഫി ഓഫ് ദ ഡേ ആരാണ് നമുക്ക് നോക്കാം. കൺഗ്രാജുലേഷൻസ്. സമ്മാനമായി ലഭിക്കുന്നത് ഒരു ടീഷർട്ടാണ് ജീവൻ ടി വിയുടെ ലോഗോ പതിപ്പിച്ചത്. നമ്മളെപ്പോഴും പ്രേക്ഷകരോട് പറയുന്നത് ടുഡേയ്സ് വെനസ്ഡേ, ലക്കി കളർ ഈസ് ഗ്രീൻ. നിങ്ങൾ ആ നല്ല ഗ്രീൻ ഡ്രസ്സ് അതൊക്കെ നിങ്ങൾ വെയർ ചെയ്യുക. അതിനോടൊപ്പം എപ്പിസോഡിൻ്റെ എൻഡിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില നല്ല കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും, ഒപ്പം ഹാവ് എ ഗുഡ് എന്താ പറയുന്നത് എ ഡേ വിത്ത് ഗ്രീൻ കളർ. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ലഭിക്കേണ്ട നിങ്ങളുടെ സെൽഫീസ്, നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും. ഒപ്പം ഞങ്ങളിപ്പോൾ താരയും ഞാനും ഒക്കെ വി ആർ ട്രൈങ് ടു പ്രീച്ച് ദ ഗുഡ് തിങ്സ്, ട്രാഫിക് അവയർനെസ്, ഹെൽത്ത് ടിപ്സ്, അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് പലതും ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഞങ്ങൾക്ക് തിരിച്ചും അത് പ്രതീക്ഷിക്കാം. അതായത് നിങ്ങളുടെ നല്ല നല്ല ടിപ്സും നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങൾ ആൻസേഴ്സ്, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സെൽഫി എല്ലാം അയക്കുക. ഇതിൽ നിന്ന് ഒരു ബമ്പർ പ്രൈസ് നമ്മൾ തിരഞ്ഞെടുക്കും എല്ലാ മാസവും 30 ദിവസം കൂടുമ്പോൾ. അതിൻ്റെ ഒരു ബമ്പർ പ്രൈസ് കിട്ടുന്നത് സോമ ഗ്രൂപ്പ് ഓഫ് റിസോർട്ട്സിന്റെ ഒരു കംഫർട്ടബിൾ സ്റ്റേ, 2 nights and 3 days സ്റ്റേ. അതെ, അപ്പോൾ ആ വിന്നർ നിങ്ങളാവാൻ ഞങ്ങൾ ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടൈം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട Have a സമയമായി. big break up till tomorrow morning 7:30 അതെ, with വീണ്ടും നാളെ Raja and Tara. Yeah. Bye. Bye.